ഹായ് ഓൾ. ഇപ്പോൾ കേരള PSCയിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കിക്കാണുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള AMVയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പം ഇതിന്റെ ഗസറ്റ് ഡേറ്റ് വരുന്നത് 30/5/2026 ആണ്. അപ്പം 30/5/2026 ഇതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 ആണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഏറെ കാലമായിട്ട് നോക്കിക്കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു AMVയുടെ. അപ്പോൾ ഇതിനായിട്ട് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളൊക്കെ ഇതിനായിട്ട് തന്നെ തയ്യാറെടുക്കുന്നവരുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വരാറായി. അപ്പം ഒഫീഷ്യൽ ഡേറ്റും ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡൗട്ട് വരുന്നത്, ഇപ്പം നോട്ടിഫിക്കേഷൻ വരികയാണ്, അപ്പോൾ ഇനി ഇതിന്റെ എക്സാം എപ്പോഴായിരിക്കും എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന കേരള PSCയുടെ എക്സാംസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ കേരള PSCയുടെ എക്സാംസിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വരികയും എക്സാം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ട് ഇനി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. കാരണം നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ റീസെന്റ് ആയിട്ട് വരുന്ന PSC എക്സാം ട്രെൻഡ് അങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സൈക്കിൾ അവർ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ റെഗുലർ ആയിട്ടുള്ള എക്സാം കലണ്ടേഴ്സ് അവർ പബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാം ഡേറ്റ്, അതായത് നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈയിലാണ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ എക്സാം വരും എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഈ വർഷം തന്നെ, അതായത് നവംബർ ഡിസംബറിൽ തന്നെ ഇതിന്റെ എക്സാം നടന്നേക്കാം എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയും തയ്യാറെടുത്ത് തുടങ്ങാത്തവർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ 121ഓളം അഡ്വൈസസ് ഇപ്പോൾ നിലവിൽ പോയിട്ടുണ്ട്. അപ്പം ഇനിയും അഡ്വൈസസ് പോകാനുണ്ട്. അപ്പം അത്രയും അഡ്വൈസസ് പോകുന്ന അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റ് ആണിത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ, അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ AMVയുടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് എക്സാമിൽ ടോപ്പ് റാങ്കേഴ്സ് ഒക്കെ തന്നെയും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടേതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ AMV ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.